ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ജീവിതയാത്രയിൽ ഒരു തുടക്കം പോലെ തന്നെ നമുക്ക് പ്രധാനമാണ് നല്ലൊരു അവസാനവും. ജീവിതത്തിൻ്റെ ലക്ഷ്യത്തിൽ എത്തിച്ചേർന്ന ശേഷം നമ്മൾ ആ വിജയം എങ്ങനെ കാത്തു സൂക്ഷിക്കണം? ഇത് നമ്മൾ ചിന്തിക്കുന്നത് വാഗ്ദത്ത നാട്ടിൽ ഇസ്രായേലിനെ എത്തിച്ച് തൻ്റെ കാലം പൂർത്തിയാക്കിയ യോശുവയുടെ അന്ത്യ സന്ദേശത്തെക്കുറിച്ചാണ്. യോശുവ 23 പറയുന്ന ആ മുന്നറിയിപ്പുകളും ഉപദേശങ്ങളും ഒക്കെ ഇന്നത്തെ നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം പ്രസക്തമാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്ക് തുടങ്ങാം അല്ലേ? യോശുവ വളരെ പ്രായമായപ്പോൾ ഇസ്രായേൽ എല്ലാ നേതാക്കന്മാരെയും വിളിച്ചുകൂട്ടി നൽകിയ സന്ദേശമാണ് യോശുവയുടെ പുസ്തകം 23 അധ്യായം. യോശുവ അടിസ്ഥാനപരമായിട്ടുള്ള 3 കാര്യങ്ങൾ അവരെ ഓർമ്മിപ്പിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഒന്നാമത്തേത് കർത്താവ് ചെയ്ത മഹത്തായ കാര്യങ്ങൾ. യോശുവ 23:3 പറയുന്നു, നിങ്ങൾക്ക് വേണ്ടി യഹോവ നിങ്ങളുടെ ദൈവം ചെയ്തൊക്കെയും നിങ്ങൾ കണ്ടുവല്ലോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഭൂതകാലത്തിലും ദൈവത്തിൻ്റെ ഇടപെടലുകൾ നമ്മൾ മറക്കരുത് എന്നാണ് ഈ അധ്യായം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. രണ്ടാമതായിട്ട് വിശ്വസ്തയോടെ മുന്നോട്ട് പോവുക. യോശുവ 23:8 നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുക. നമ്മളിത് കാണിക്കുന്നത് എന്താണ്? നമ്മളോട് ഓർമ്മിപ്പിക്കുന്നത് എന്താണ്? ദൈവത്തോടുള്ള നമ്മുടെ ബന്ധത്തെ നമ്മൾ മുറുകെ പിടിക്കുക. മൂന്നാമതായിട്ട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു മുന്നറിയിപ്പാണ് നൽകിയിരിക്കുന്നത്. അന്യദേവന്മാരെ സേവിക്കരുത്, അവിടുത്തെ കൽപ്പനകളൊന്നും വിട്ടുമാറരുത്. ഇത് നമ്മളോട് പറയുന്നത് എന്താണ്? ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ വീഴരുത് എന്നാണ്. യോശുവയുടെ ഒരു പ്രധാന ഉപദേശം എന്തായിരുന്നു? യോശുവ 23:11 അധ്യായത്തിൽ പറയുന്നു, വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. വളരെ ശ്രദ്ധയോടെ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കണം. നമ്മൾ വലിയ വിജയങ്ങളൊക്കെ നേടുമ്പോൾ, നമുക്ക് പ്രശസ്തി വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കഷ്ടപ്പാട് കൂടുമ്പോഴൊക്കെയും നമ്മൾ എളുപ്പ വഴിയിലേക്ക് തിരിയുവാനുള്ളൊരു സാധ്യതയുണ്ട്. അത് 2 സമയത്തുമുണ്ട്. നമുക്ക് പ്രശസ്തിയും സുഖവും വരുമ്പോഴും, അല്ലെങ്കിൽ കഷ്ടപ്പാട് കൂടുമ്പോഴും ഒക്കെ അതൊക്കെ നമ്മൾ ഒരു എളുപ്പ വഴിയിലേക്ക് തിരിയുവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ യോശുവ പറയുന്നു, നിങ്ങൾ ഒരു നിലയിൽ ഉറച്ചു നിൽക്കണം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പഠനത്തിലാണെങ്കിലും ജോലിയിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും ആത്മീയ ജീവിതത്തിലാണെങ്കിലും സ്ഥിരതയാണ് പ്രധാനം. നന്മ ചെയ്യുവാൻ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും എന്നാണ് ഗലാത്യ ലേഖനം 6 അധ്യായം 9 നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. നന്മ ചെയ്യുന്നതിൽ നമുക്ക് മടുപ്പ് തോന്നാതിരിക്കട്ടെ. മടുത്തു പോകാതിരുന്നാൽ, അതായത് സ്ഥിരതയോടെ മടുത്തു പോകാതിരുന്നാൽ തക്ക സമയത്ത് നമ്മൾ കൊയ്യും എന്നാണ് ഗലാത്യ ലേഖനത്തിൽ പറയുന്നത്. യോശുവയുടെ ഓർമ്മപ്പെടുത്തൽ 23 അധ്യായം 8 ഇങ്ങനെ പറയുന്നു, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയോട് ചേർന്നിരിക്കുക. നമ്മൾ പലപ്പോഴും എളുപ്പത്തിൽ ലോകകാര്യങ്ങളൊക്കെ ചേർന്ന് പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ യോശുവ ഒരു മുന്നറിയിപ്പ് നൽകിയത് കനാന്യരുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ തെറ്റായ കൂട്ടുകെട്ടുകൾ, മോശം വിനോദങ്ങൾ, അല്ലെങ്കിൽ
മോശ എൻ്റർടൈൻമെൻറ്റ്സ്, ഇതെല്ലാം ദൈവത്തിൽ നിന്ന് അകറ്റുന്ന ചിന്തകളാകാം. നമ്മൾ എന്തിനോടാണ് ചേർന്നിരിക്കുന്നത്? ലോകത്ത് 1 യോഹന്നാൻ 2:15 പറയുന്നു, ലോകത്തെയും ലോകത്തിലുള്ളതൊന്നിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിൻ്റെ സ്നേഹം ഇല്ല എന്ന്. യോശുവയുടെ ഒരു കടുത്ത മുന്നറിയിപ്പ് എന്താണ്? നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ചാൽ, യോശുവയുടെ 23:15 എന്താ പറയുന്നത്? യഹോവ നിങ്ങളുടെ ദൈവമായ യഹോവ താൻ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എല്ലാ നന്മയും വരുത്താതെ ഇരിക്കുകയില്ല. അതുപോലെ തന്നെ അനുസരണക്കേടിന് ശിക്ഷയും ഉണ്ടാകും. നമ്മുടെ ഓരോ തിരഞ്ഞെടുപ്പുകൾക്കും, അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും, അതിന് ഫലങ്ങളുണ്ട്. അനുസരണത്തിന് ഫലം ലഭിക്കുമെങ്കിലും അനുസരണക്കേടിനും ഫലമുണ്ടാകും. ഇന്നത്തെ നമ്മുടെ ചെറിയ വിട്ടുവീഴ്ചകൾ നാളത്തെ വലിയ വീഴ്ചകൾക്ക് കാരണമായേക്കാവുന്നതാണ്. അതുകൊണ്ട് യോശുവയെ പോലെ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അന്ത്യം വരെ വിശ്വസ്തയോടെ നിൽക്കുവാൻ ഇന്ന് തന്നെ നമ്മൾ തീരുമാനമെടുക്കുക. റോമാലേഖനം 6:23 പറയുന്നു, പാപത്തിൻ്റെ ശമ്പളം മരണം, ദൈവത്തിൻ്റെ ദാനമോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലുള്ള നിത്യജീവൻ. പ്രിയപ്പെട്ടവരെ, യോശുവ 23 അത് ഒരു വിജയം വരിച്ചവൻ്റെ വിടവാങ്ങൽ സന്ദേശമാണ്. ലക്ഷ്യം നേടിയ ശേഷം വിശ്രമിക്കാനോ അശ്രദ്ധ കാണിക്കാനോ ഉള്ള സമയമല്ല എന്ന് നമ്മളെ പഠിപ്പിച്ച യോശുവയുടെ വിടവാങ്ങൽ സന്ദേശമാണ്. ഇസ്രായേലിലെ ശത്രുക്കളെ അവർ കീഴടക്കിയതുപോലെ നമ്മുടെ ജീവിതത്തിലെ പാപത്തെയും പ്രലോഭനങ്ങളെയും നമുക്ക് ഓരോ ദിവസവും കീഴടക്കണം എന്ന് നമുക്ക് ഇന്ന് തന്നെ, ഇപ്പോൾ തന്നെ ഒരു തീരുമാനത്തിലെത്താം. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളിന്ന് ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കണ്ട എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ്. ആ നന്മ നമുക്ക് തന്ന ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുക. നമ്മുടെ എല്ലാ വിജയങ്ങൾക്കും എല്ലാ നന്മകളും ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. ആ നന്മകൾ തരുന്ന ദൈവത്തോട് നമുക്ക് ചേർന്നിരിക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ദയവായി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അറ്റ്ലീസ്റ്റ് നിങ്ങളിത് കേൾക്കുന്നു എന്നെങ്കിലും അറിയുവാൻ സാധിക്കും. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. നന്ദി. ആമേൻ.